നമസ്കാരം. CPM-ൽ ഉയർന്നു വരാനുള്ള മുൻ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന്റെ എല്ലാ പദ്ധതിയും പാടുന്നു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റാകാൻ കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും അപ്പോൾ വെട്ടിയത് പ്രാദേശിക നേതൃത്വമായിരുന്നു. ജില്ലാ പ്രസിഡന്റ് പദവി പോട്ടെ, സംസ്ഥാന പ്രസിഡന്റ് പദവി ആയിക്കളയാം എന്ന് തീരുമാനിച്ചപ്പോൾ ഇക്കുറി കടുംവെട്ട് വന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുമായിരുന്നു. ചിന്തയും ഗോവിന്ദനും ചേർന്നുള്ള സംയുക്ത നീക്കത്തോടെ ആര്യയുടെ മുന്നിൽ നിന്നും തെറിച്ചത് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയാണ്. CPM-ന്റെ യുവ നേതാവ് ചിന്ത ജെറോമാണ് പുതിയ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ്. CPM-ലെയും ഡിവൈഎഫ്ഐയിലെയും ഒരു വിഭാഗം ആര്യയെ ഡിവൈഎഫ്ഐയുടെ അമരക്കാരിയാക്കാൻ ശ്രമിച്ചെങ്കിലും ഗോവിന്ദൻ തന്നെയാണ് നേരിട്ട് വെട്ടിയത്. ഇതോടെ ഈ സ്ഥാനത്തു നിന്നും ആര്യ തെറിച്ചു. ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ചിന്ത ജെറോമിനെ തഴഞ്ഞ് ആര്യയെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുന്നത് പാർട്ടിയിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് MV ഗോവിന്ദൻ കടുത്ത നിലപാടെടുത്തപ്പോൾ മറ്റുള്ളവർ നിശബ്ദരാവുകയായിരുന്നു. പ്രായപരിധി ഗോവിന്ദൻ നേരിട്ടിടപെട്ട് 38 ആക്കിയതോടെ ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ആകാമെന്ന ഷിജുഖാന്റെയും ഷാജിറിന്റെയും മോഹങ്ങളും അവസാനിച്ചു. ഡിവൈഎഫ്ഐ ഇനി ചിന്തയുടെ മേധാവിത്വമാകും പ്രകടമാകുക. ഷിജുഖാനെയും ഷാജിറിനെയും അനുകൂലിക്കുന്നവർക്കും ഈ കാര്യത്തിൽ എതിർപ്പുണ്ട്. പ്രായപരിധി 38 ആക്കാനുള്ള MV ഗോവിന്ദന്റെ നീക്കം പാർട്ടി സെക്രട്ടേറിയറ്റ് അറിയാതെയാണെന്ന ആക്ഷേപമാണ് ഇവർ ഉയർത്തുന്നത്. നിലവിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കല്യാശ്ശേരി MLA-യുമായ M വിജിനാണ് സംസ്ഥാന സെക്രട്ടറി. പ്രായപരിധിയിൽ കർശന നിലപാട് സംസ്ഥാന സെക്രട്ടറി എടുത്തതോടെയാണ് പല നേതാക്കളും പാനലിൽ നിന്നും ഒഴിവായത്. എന്നാൽ മേയർ ആയിരിക്കെ വന്ന വിവാദങ്ങളും 4 പതിറ്റാണ്ടിലേറെ CPM കയ്യിൽ വെച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവും നഷ്ടമായതുമാണ് ആര്യയ്ക്ക് CPM-ൽ തിരിച്ചടിയാവുന്നത്. മേയർ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ആര്യയ്ക്ക് ഒരു പദവിയും CPM-ൽ നിന്ന് ലഭിച്ചതുമില്ല. മേയർ ആയിരുന്ന ആര്യയ്ക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും പാർട്ടി നൽകിയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യയെ CPM പരിഗണിച്ചതുപോലുമില്ല. ആര്യയുടെ സാന്നിധ്യം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വന്നതാണ് നേമത്തെ പരാജയത്തിന് കാരണമായതെന്ന് CPM ജില്ലാ യോഗത്തിൽ V ശിവൻകുട്ടി തുറന്നടിച്ചത് ആര്യയ്ക്ക് വൻ തിരിച്ചടിയുമായി. ആര്യയുടെ അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റവും മേയർ ആയിരിക്കെ നടു റോഡിൽ KSRTC ബസ് തടഞ്ഞ് ആര്യയും ഭർത്താവ് സച്ചിൻ ദേവ് MLA-യും ഡ്രൈവർ യദുവിനെ വെല്ലുവിളിച്ചതുമാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടിക്ക് കാരണമായതെന്ന് CPM വിലയിരുത്തിയിരുന്നു. എന്തായാലും മേയർ ആയ സമയത്തെ വിവാദങ്ങൾ ആര്യയെ വേട്ടയാടുകയാണെന്നാണ് CPM-ലെ നിലവിലെ നീക്കങ്ങൾ തെളിയിക്കുന്നത്. പ്രായം കുറഞ്ഞ മേയറായി ചരിത്രം സൃഷ്ടിക്കുകയും വാർത്തകളിൽ നിറയുകയും ഒക്കെ ചെയ്ത ആര്യയ്ക്ക് ഇപ്പോൾ തിരിച്ചടികളുടെ കാലമാണ്. എന്തായാലും ആര്യയുടെ രാഷ്ട്രീയ ഭാവിയാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നത്.